ഹായ് കൂട്ടുകാരെ, മച്ചരിക്കലായി ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൊന്നുവിനെ കൊണ്ട് പള്ളിയിലൊന്ന് വന്നു. പിന്നെ നമ്മളത് പാർക്കിൽ കളിപ്പിക്കാൻ പോകുന്നുണ്ട് പൊന്നുവിനെ. പൊന്നുവിൻ്റെ പപ്പാനെ നോക്കുക, എവിടെയാ നോക്കുവാണ് കണ്ട. അപ്പം ഇനി പുതിയ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മളെ വീഡിയോയിലുണ്ടായിരിക്കും. ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കോന്നല്ലൂർ കണ്ടീശങ്ങളുടെ പള്ളിയിലാണ്. അത് രണ്ട് ഇരട്ട വിശുദ്ധരുടെ പള്ളിയാണ്. സെയിൻറ്റ് ഗർഭാസീസ് ആൻഡ് പൊർപ്പാസീസിൻ്റെ ഫൊറോന ചർച്ചാണ്. ഇത് നമ്മളിവിടെ എല്ലാം അറിയപ്പെടുന്ന ഒരു ചർച്ചാണ്. പിന്നെ നമ്മളിവിടെ വരാറുണ്ട് ഇടയ്ക്ക്. പൊന്നുവിന് വേണ്ടി നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ള പള്ളിയാണ്. നമുക്ക് ഉള്ളിലേക്ക് കയറി ബാക്കിയുള്ള ഇതൊക്കെ കാണാം. പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോന്നല്ലൂരാണ്. AD 826 സ്ഥാപിതമായത്. ഇതിവിടുത്തെ കൽക്കുരിശാണ്. ഇവിടെ നമുക്ക് മെഴുകുതിരി കത്തിക്കാനും എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതൊക്കെ ഇവിടെ നമ്മൾ നേർച്ചയായിട്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾ പള്ളിയുടെ അകത്തോട്ട് കയറുകയാണ്. പള്ളിയും പരിസരവും അതിമനോഹരമാണ് കേട്ടോ. ഞങ്ങൾ ആഴ്ച ഒരു 2 പ്രാവശ്യങ്ങൾ ഇവിടെ വരും. വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കും. നമുക്ക് പള്ളിക്ക് അകത്തോട്ട് കയറാം. ഇതാണ് നമ്മുടെ വിശുദ്ധ ഗർഭാസീസിൻ്റെ പൊർപ്പാസീസിൻ്റെ രൂപം. ഇവർ ഇരട്ട വിശുദ്ധരാണ്. ഇവിടെ നമ്മൾ അവരുടെ തിരുശേഷിപ്പ് വെച്ചിട്ട് നമ്മൾ അവരുടെ നാമത്തിലാണ് ഈ പള്ളി. അതിൽ നമ്മൾ പെരുന്നാൾ നടത്തുന്നത്. ഇവിടുത്തെ വിശുദ്ധരെന്ന രീതിയിൽ ഇതിനെ കൊറോണ ചർച്ചായിട്ട് ആക്കിയത് പോലും ഇവരുടെ സാന്നിധ്യം നമ്മുടെ പള്ളിയിലുള്ളത് കൊണ്ടാണ്. ഇവിടുത്തെ പ്രധാന നേർച്ച എന്ന് പറയുന്നത് ഇത് പൊങ്കലാണ്. ഇത് നമ്മുടെ ഇരട്ട വിശുദ്ധരുടെ നേർച്ചയാണ്. നമ്മളിത് തൂവലാണ് ഇവിടെ നേർച്ചയായിട്ട് എടുക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തൂവലെടുത്ത് പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് സാധിച്ചു തരുന്നതെന്ന് ഇതില്ല എല്ലാവരുടെ വിശ്വാസം. ഞങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളുകളാണ്. പിന്നെ നമുക്കിവിടെ ഒരു സന്ദർശക ഡയറിയുണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുകയാണെങ്കിൽ നമ്മളിവിടെ നമ്മളതിൻ്റെ സ്മരണ നമ്മൾ എഴുതി വെക്കുന്നത് ഈ ഡയറിയിലാണ്. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ കോപ്പിറൈറ്റ് വരുന്നതാണ്. വിശുദ്ധ കണ്ടീശങ്ങളുടെ തിരുശേഷിപ്പ്. ഇതാണ് വിശുദ്ധ കണ്ടീശങ്ങളുടെ തിരുശേഷിപ്പ് വെച്ചിരിക്കുന്നത്.
ഇത് നമ്മുടെ ഉണ്ണീശോയുടെ രൂപമാണ്. ഇത് മാതാവിൻ്റെ, ഇത് ഈ പള്ളി സ്ഥാപിതമായ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നതും രണ്ട് കാട്ടുകല്ലുകൾ ചേർത്ത് കെട്ടി കുമ്മായം കൊണ്ട് രൂപപ്പെടുത്തിയതുമായ പരിശുദ്ധ മാതാവിൻ്റെ, ഇത് നമ്മുടെ മാതാവിൻ്റെ രൂപമാണ്. ഇത് AD 826 നമ്മുടെ ദേവാലയം സ്ഥാപിച്ച സമയത്ത് അവിടെ സ്ഥിതി ചെയ്തിരുന്ന, അവിടെ നമ്മൾ വെച്ചിരുന്ന ഒരു മാതാവിൻ്റെ രൂപമാണ്. അത് രണ്ട് കാട്ടുകല്ലുകൾ ചേർത്ത് കുമ്മായം കൊണ്ട് രൂപപ്പെടുത്തിയാണ്. ഇതാണ് നമ്മുടെ, കണ്ടോ, കല്ലുകൾ വെച്ചിരിക്കുന്ന കുമ്മായം കൊണ്ടാണ് മാതാവിനെ നിർമ്മിച്ചത്. ഇത് രണ്ട് കല്ലുകളാണ്, ഇതൊരു കല്ല്, ഇതൊരു കല്ല്. അതിൽ കുമ്മായം വെച്ചിട്ട് മാതാവിനെ രൂപം ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മുടെ മൈലാപ്പുറം അച്ഛൻ്റെ ഖബറിടാണ്. ഇത് നമ്മുടെ ഈ പള്ളിക്കകത്താണ് സ്ഥിതി ചെയ്യുന്നത്. റഫറൻറ്റ് ഫാദർ കുര്യാക്കോസ് മൈലാപ്പറമ്പിൽ എന്നാണ് അച്ഛൻ്റെ പേര് ഫുള്ള്. ഇത് നമ്മൾ അച്ഛൻ ജനിച്ച വർഷം, തിരുവട്ടം കിട്ടിയ ദേവാലയം പുനർനിർമ്മാണവും മരണമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മൈലാപ്പറമ്പിൽ അച്ഛനോടുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് എന്തെങ്കിലും മധ്യസ്ഥ യാചിക്കാൻ വേണ്ടി നമ്മൾ അച്ഛൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് എന്തെങ്കിലും കാണാതെ പോകുമ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ ഒരു വിശ്വാസം, നമ്മുടെ നാട്ടിലുള്ള ഒരു വിശ്വാസമാണ്. നമ്മൾ എന്ത് കാര്യത്തിനും നമ്മൾ അച്ഛൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് സാധിച്ചു കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ട്. ഇതാണ് നമ്മുടെ അൾത്താര. ഇത് പള്ളിയുടെ ഉൾഭാഗം. ഇതൊരു പഴയ പള്ളിയാണ്. ഇത് ഈശോയുടെ സ്നാനത്തിൻ്റെ ഒരു വലിയ ചുവർ ചിത്രം ഇവിടെയുണ്ട്. ഇത് നമ്മുടെ മാതാവ്. ഈ മാതാവിൻ്റെ കാൽക്കൽ ഒരുപാട് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ അപേക്ഷ മധ്യസ്ഥ യാചിച്ചാണ് നമുക്ക് പൊന്നൂസ് ഉണ്ടായത്. അതുകൊണ്ട് പൊന്നൂസിനെ കൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. പൊന്നൂസിന് ഇവിടെ വന്നപ്പോൾ, ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ ഒരുപാട് പരിചയമുള്ളൊരു സ്ഥലത്ത് വന്ന പോലെ ആയിരുന്നു പൊന്നൂസിൻ്റെ ഒരു സന്തോഷം, അവളുടെ മുഖമൊക്കെ. അതൊക്കെ എപ്പോഴും സന്തോഷം. ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജിയാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കന്തീശങ്ങളുടെ പള്ളിയിൽ എല്ലാ വർഷത്തെയും കന്തീശങ്ങളുടെ തിരുനാൾ ദിവസം ഇവിടെ ഇരട്ടകൾ, പാലാ രൂപതയിലുള്ള ഇരട്ടകളുടെ സംഗമം നടക്കാറുണ്ട്. അതിൽ ഈ വർഷത്തെ 2025 സംഗമത്തിൻ്റെ ഫോട്ടോയാണ് ഇത്. കുഞ്ഞുങ്ങൾ തൊട്ട് വലിയ പ്രായമായ മുതിർന്ന ആളുകൾ വരെ ഈ പാലാ രൂപതയിലുള്ള എല്ലാ ഇരട്ടകളിലും എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ ഒരു സംഗമം ഏർപ്പെടുത്താറുണ്ട്. ഇവിടെ പരിപാടികളൊക്കെ ഉണ്ടാകാറുണ്ട്. വലിയ ആഘോഷത്തോടു കൂടിയാണ് ഈ സംഗമം നടത്തുന്നത്. ഇത് നമ്മുടെ AD 826 പള്ളി സ്ഥാപിതമായത്. പൗരാണികത മൈലാപ്പൂരിലെ മാർത്തോമാ സ്ലീഹയുടെ ഖബറിടത്തെങ്കിൽ കണ്ടെത്തിയ അത്ഭുത സ്ലീഹയുടെ അതേ മാതൃകയിലുള്ള പുരാതന മാർത്തോമാ സ്ലീഹ 1599 നടന്ന ഉദയംപേരൂർ സുനകദോസിലെ കോന്നല്ലൂർ ഇടവകയുടെ പ്രാതിനിധ്യം, കത്തിനശിച്ച പുല്ലുമേഞ്ഞ പുരാതന പള്ളിയിൽ നിന്ന് ലഭിച്ച അവശേഷിപ്പുകൾ, കന്തീശങ്ങൾ, വിശുദ്ധ ഗർവാസിസ്, വിശുദ്ധ പോർത്താസിസ്, അഫിന്ന ഇരട്ടകൾ. കാലഘട്ടം 3-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഘട്ടം. ഇറ്റലിയിലെ മിലാനിൽ ജനിച്ചു. ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചവരാണ്. ഇവരുടെ തിരുശേഷിപ്പുകളാണ് പള്ളിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അനേകം വിശ്വാസികളാണ് ഇവിടെ മധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ടും മറ്റുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവിടെ വന്ന് മധ്യസ്ഥ യാചിക്കാറുണ്ട്.